ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ അനുഗ്രഹീതമായ രാത്രികൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. റമദാനിലെ അതിമഹത്തായ മുസ്ലിം സമൂഹം ഒന്നടങ്കം എത്രയോ സമയം പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു സന്ദർഭമാണിത്. പള്ളികളെല്ലാം നിറഞ്ഞു കവിയുകയും രാപകലുകൾ അള്ളാഹുവിനെ സ്മരിച്ചും സ്തുതിച്ചും നന്ദി അറിയിച്ചും അള്ളാഹുവോട് സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. ധാരാളം ദുആകൾ അള്ളാഹുവിൻ്റെ റസൂല് നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅ്ത ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇമാം ഹാക്കിം, ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ, ഇമാം തുർമുദി അലൈഹിർ റഹ്മ ഇത്രയും പേര് രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസാണത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമം, ആ നാമം കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകാര്യമാണ്. ആ നാമം കൊണ്ട് ചോദിച്ചാൽ ആ ചോദ്യം നിറവേറ്റപ്പെടും. അതുകൊണ്ട് ഇസ്മുൽ അഅ്ലം എന്ന് അതിന് നാമകരണം ചെയ്യുന്നു. ഒരുപാട് ഹദീസുകളിൽ ഇസ്മുൽ അഅ്ലം അതിമഹത്തായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇന്നത് ഇന്നത് എന്ന് പറഞ്ഞ് വന്ന ഹദീസുകളെ സമാഹരിച്ചിട്ട് ഏതാണ്ട് 3 പ്രബല അഭിപ്രായങ്ങൾ ഇമാം ഷൗക്കാനി അലൈഹിർ റഹ്മ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതൊരു വലിയ ദുആയാണ്, ഒപ്പം ഒരു തസ്ബീഹുമാണ്. ഈ തസ്ബീഹാണ് ഒരു പ്രവാചകൻ രക്ഷപ്പെടുത്തപ്പെടാൻ നിമിത്തമായത്. അത് യൂനുസ് അലൈഹിസ്സലാമിനെ ഖുർആൻ പ്രതിപാദിച്ചിടത്ത് അദ്ദേഹം ഈ തസ്ബീഹ് ഉരുവിട്ടില്ലായിരുന്നുവെങ്കിൽ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ അദ്ദേഹം എത്രയോ കാലങ്ങൾ കഴിഞ്ഞുപോയേനെ. അപ്പം ഒരു മനുഷ്യരും അറിയുകയോ കാണുകയോ ചെന്നുപെട്ട് സഹായിക്കുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഈ തസ്ബീഹ് അഥവാ ദുആ ആണ് അദ്ദേഹം രക്ഷപ്പെടുത്തപ്പെടുന്നതിന് നിമിത്തമായത്. അത് ഖുർആൻ എടുത്ത് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ യഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത്തി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറ അൻബിയ. അപ്പോൾ യൂനുസ് അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഈ ഇസ്മുൽ അഅ്ലമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചത്. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി കദാലിക നുൻജിൽ മുഅ്മിനീൻ. ഈ ദുആ നിർവഹിക്കുന്നവരെ, ഇതൊരു ചോദ്യമാണല്ലോ, രക്ഷപ്പെടുത്തപ്പെടുന്നതിനുള്ള, സഹായിക്കണേ രക്ഷിക്കണേ എന്നൊരു ആവലാതിയും ആവശ്യവുമാണ്. നാം അപ്പോൾ തന്നെ ഉത്തരം നൽകി. അദ്ദേഹത്തെ കടലിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് നാം കരകയറ്റി രക്ഷപ്പെടുത്തി. ഇങ്ങനെയാണ് പടച്ചവനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നത്. അപ്പോൾ ഒരു നബിയെ രക്ഷിച്ചത് പറഞ്ഞിട്ട്
സത്യവിശ്വാസികൾക്കതൊരു വലിയ മാതൃകയാണെന്നാണ് പിന്നെ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാചകം. ബദറുൽ കുബ്രയിൽ ഒരു വല്ലാത്ത പിടിച്ചു കുലുക്കപ്പെട്ട ഒരു സമയമാണത്. ആ യുദ്ധത്തിൻ്റെ എല്ലാ രീതികളും പറയാൻ ഇവിടെ സമയമില്ല. അള്ളാഹുവിൻ്റെ റസൂല് എത്രയോ സമയം പ്രാർത്ഥനയിലായിരുന്നു, സുജൂദിൽ. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് സുപരിചിതമാണ്. അല്ലാഹുമ്മ ഇന്നഹും ഉസാബ, പടച്ചവനെ ഇതൊരു ചെറിയ സംഘമാണ്, ഇന്നേ ദിവസം നീ ഇവരെ സഹായിക്കാത്ത പക്ഷം ലൻ തുഅബദ് അബദ, നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇബാദത്ത് നിർവഹിക്കുന്നവർ ഭൂതലത്തിൽ ഇനി അവശേഷിക്കില്ല. അതാണ് നബിയുടെ ഒരു പ്രാർത്ഥന. എന്നിട്ട് തൻ്റെ അനുയായികളുടെ ദൈന്യത ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. അവിടെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതായിരുന്നു, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ തസ്ബീഹ്. 2, അപ്പോൾ അതാണ് ബദറിൻ്റെ വിജയത്തിന് കാരണമായത് എന്ന് ഇമാം ഷൗക്കാനി അലൈഹി റഹ്മ രേഖപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു അസ്സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം റളിയല്ലാഹു അൻഹു, അത്രയും ഹദീസ് പണ്ഡിതർ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇത് എല്ലാവർക്കും മനപ്പാടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ്, സാക്ഷിയാണ്, അന്നക അന്തല്ലാ, നീ ആകുന്നു അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ വേറെ ആരുമില്ല എനിക്ക്, അൽ അഹദു, നീ ഏകനാണ്, അസ്സമദു, നിനക്ക് ഒന്നും ആശ്രയം ആവശ്യമില്ലാത്തവൻ, നീയല്ലാത്ത നിന്റെ സൃഷ്ടലോകം ഒന്നടങ്കം ആശ്രയത്തിൽ നിലനിൽക്കുന്നതാണ്, നിനക്ക് ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വാക്കുകളാണത്. അല്ലദീ ലം യലിദ് വലം യൂലദ്, നീ പുത്രനല്ല പിതാവല്ല, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, നിനക്ക് തുല്യമായി വേറൊന്നുമില്ല, യാതൊന്നും നിനക്ക് തുല്യതയില്ല ഒരു രൂപത്തിലും ഭാവത്തിലും. ഇതായിരുന്നു ഇസ്മുൽ അഅ്ലം എന്നാണ് പ്രബലമായ രണ്ടാമത്തെ അഭിപ്രായം. അപ്പം ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചത് എന്നാണ് പല ഇമാമുകളും രേഖപ്പെടുത്തിയത്. 3, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിനക്കാകുന്നു എല്ലാ സ്തുതിയും, കാരണം എല്ലാത്തിൻ്റെ ഉടമസ്ഥത, അവകാശം, സൃഷ്ടിപ്പ് ഒക്കെ നിൻ്റെയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അൽ മന്നാനു, വലിയ അളവിൽ അനുഗ്രഹം വർഷിക്കുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർള്, പ്രപഞ്ചത്തെ മുൻ മാതൃകയില്ലാതെ രൂപപ്പെടുത്തിയവനാണ്. ഈ മഹാപ്രപഞ്ചത്തിൽ ഓരോന്നും സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന് മുൻ മാതൃകയില്ല. അതാണ് പിന്നീട് വരുന്ന സമൂഹത്തിനൊരു മാതൃകയാവുക. എല്ലാ ആകാശഭൂമികളും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ്. യാദൽ ജലാലി വൽ ഇക്റാം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഇതാണ് ഇസ്മുൽ അഅ്ലം. ഇത് ഇത്രയും 3 വളരെ പ്രബലമായ ഹദീസുകൾ രേഖപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു ദുആയ്ക്ക് ഉത്തരം നൽകുന്ന മുഅ്മിനുകളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.